നമ്മുടെ പാലേക്കര ടോൾ പ്ലാസയെക്കുറിച്ചാണ്. അവിടെ നേരിട്ട് വന്ന് അവിടുത്തെ ഗതാഗത കുരുക്കും അതിൻ്റെ ബുദ്ധിമുട്ടുകളുമൊക്കെ അനുഭവിച്ചാണ് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ഈ വിഷയം കോടതിയിൽ പരിഗണനയ്ക്കെടുത്ത്. അതായത് അനുഭവം കൊണ്ട് തന്നെ സുപ്രീം കോടതി ചില ചോദ്യങ്ങൾ ദേശീയപാത അതോറിറ്റിയോട് ചോദിക്കുകയാണ്. അതിവയാണ്: എന്തുകൊണ്ടാണ് ടോൾ പിരിച്ചിട്ടും റോഡ് നന്നാക്കാത്തത് എന്തുകൊണ്ട് എന്നാണ് ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതിയിൽ ഇന്ന് ഈ വിഷയം, പാലേക്കരയുമായി ബന്ധപ്പെട്ട വിഷയം കോടതിയിലെത്തുമ്പോൾ ചോദിക്കുന്നത്. ഒപ്പം പണി പൂർത്തിയാവുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ടോൾ പിരിക്കുന്നു? നമുക്കറിയാം, പലയിടങ്ങളിലും പണി പൂർത്തിയാകാനുണ്ട്, ലൈനുകൾ, പാലങ്ങൾ ഒക്കെ പണി നടക്കുകയാണ്. പക്ഷേ നമ്മൾ വലിയ തുക ടോൾ നൽകിക്കൊണ്ടാണ് ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്നത്. എന്തിനാണ് ഈ ഒരു ചെയ്ത് എന്നതാണ് കോടതി ചോദിക്കുന്നത്. ഒപ്പം തന്നെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാനുള്ള നടപടിയെടുക്കണം. അതായത് 4 ആഴ്ച ഈ ടോൾ പിരിക്കുന്നതിന് അത് മരവിപ്പിച്ചിട്ടുണ്ട് കോടതി. ആ 4 ആഴ്ചയ്ക്കുള്ളിൽ ഗതാഗത കുരുക്ക് പരിഹരിക്കാനുള്ള നടപടികൾ എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്ന് കോടതി ചോദിക്കുന്നുണ്ട്. അതായത് തൻ്റെ അനുഭവം തന്നെ, തനിക്ക് എസ്കോർട്ട് വാഹനം ഉണ്ടായിട്ട് പോലും, അകമ്പടി വാഹനം ഉണ്ടായിട്ട് പോലും ആ ടോൾ പ്ലാസ കടന്നു പോകാൻ അനുഭവിച്ച അല്ലെങ്കിൽ ബുദ്ധിമുട്ടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ജസ്റ്റിസ് ഗവായ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത്. എന്തായാലും പാലേക്കരയിലൂടെ, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ, പാലേക്കരയിലൂടെ കടന്നുപോയ ആർക്കും ആ ടോൾ പ്ലാസ മറക്കാൻ കഴിയില്ല. എത്രയും വേഗം അവിടുത്തെ പണിയൊക്കെ പൂർത്തിയാക്കി വളരെ സ്വസ്ഥമായ രീതിയിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു സ്ഥിതി അവിടെ ഉണ്ടാകണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. MS ലിഷോയ് വിശദമാക്കും സുപ്രീം കോടതിയുടെ ഈ നിരീക്ഷണത്തിന് പിന്നാലെ എങ്ങനെയാണ് പാലേക്കര ഇത്രയും വലിയൊരു ഗതാഗത സ്തംഭനത്തിന് ഇടമായി മാറിയത്? പാലിയേക്കര ടോൾ പ്ലാസയിലൂടെ ഒരു തവണ ആ റോഡിലൂടെ പോയവരാരും തന്നെ ആ യാത്ര മറക്കില്ല എന്ന് പറയുന്നത് സത്യമാണ്. കാരണം ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ്ക്കും ആ ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഇന്ന് ദേശീയപാത അതോറിറ്റി സുപ്രീം കോടതിയിൽ നൽകിയ അപ്പീൽ, അത് ഹൈക്കോടതി 4 ആഴ്ചത്തേക്ക് ഈ ടോൾ പിരിവ് പാലിയേക്കര ടോൾ പ്ലാസയിൽ നിർത്തിവെച്ച ആ സംഭവവുമായി ബന്ധപ്പെട്ട് അതിൽ അപ്പീൽ നൽകിയതായിരുന്നു. ആ അപ്പീൽ പരിഗണിക്കുന്ന സമയത്താണ് ചീഫ് ജസ്റ്റിസ് ഗവായ് ഈ ഒരു അദ്ദേഹത്തിനുണ്ടായ അനുഭവം പങ്കുവച്ചത്. അദ്ദേഹം ആ വഴി പോയപ്പോൾ എസ്കോർട്ട് ഉണ്ടായിട്ട് പോലും ഈ ടോൾ പ്ലാസ കടക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടി എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. എന്തുകൊണ്ടാണ് ടോൾ പിരിക്കുന്ന സമയത്ത് ടോൾ പിരിവ് ആരംഭിച്ചത്? ഇത്തരത്തിൽ റോഡിൻ്റെ പണി പൂർണ്ണമായും കഴിയാതെ എന്തുകൊണ്ട് ആരംഭിച്ചു? അതുപോലെ തന്നെ ഇത്രയും മോശപ്പെട്ട റോഡിൽ എങ്ങനെയാണ് ടോൾ പിരിക്കുന്നതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചീഫ് ജസ്റ്റിസ് ചോദിക്കുകയുണ്ടായി. എന്തായാലും ആ 4 ആഴ്ചത്തേക്കാണല്ലോ ടോൾ പിരിവ് നിലവിൽ ഹൈക്കോടതി നിർത്തിവെച്ചിരിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ ആ ഒരു സമയം കൊണ്ട് ഈ ദേശീയപാതയിലുള്ള ഗതാഗത കുരുക്ക് അഴിക്കാൻ, ആ ഗതാഗത കുരുക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്താനും ചീഫ് ജസ്റ്റിസ് ഉപദേശിച്ചിട്ടുണ്ട്. എന്തായാലും അടുത്ത ആഴ്ച വീണ്ടും ഈ ഒരു കേസ് പരിഗണിക്കുകയും ചെയ്യും.